ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ, അതുപോലെ ക്യാപിറ്റൽ മെത്തേഡ്സ് അനുസരിച്ചുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ, അതുപോലെ കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. അതുൾപ്പെടുന്ന പ്രോബ്ലമാണ്. അത് നമ്മൾ 2 പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് ജേണൽ എൻട്രി സഹിതം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സം ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻസ് വരുന്നതാണ്. പ്രധാനമായും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക്, അതിൻ്റെ തിയറട്ടിക്കൽ പോർഷൻസ്, അതുപോലെ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്ന ഒരു 4 കേസസ് ഉണ്ട്. അതിലൊരു 3 കേസസ് അടങ്ങുന്ന ആദ്യത്തെ ഭാഗത്തേക്കാണ് നമ്മൾ അടുത്തായി പോകുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദയമായ സ്വാഗതം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് അലോവിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എന്തുകൊണ്ടാണ് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുന്നത്? ദ ലോജിക് ബിഹൈൻഡ് അലോവിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, ഇഫ് എനി പാർട്ട്ണർ ഹാഡ് ഇൻവെസ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ഔട്ട്സൈഡ് ദ ബിസിനസ്, ഇറ്റ് വുഡ് ഹാവ് ഏൺഡ് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നതിന് പകരം അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ബിസിനസ്സിന് പുറത്ത് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ അയാൾക്ക് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുമായിരുന്നു. അപ്പോൾ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ലഭിക്കേണ്ടതല്ലേ? അതുകൊണ്ട് അത് അയാൾക്ക് അർഹതയുള്ളതാണ് എന്ന വാദഗതി. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ദ പാർട്ട്നേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് വേരിയിങ് എമൗണ്ട്സ് disproportionate to their profit sharing rights, the partner who has contributed more will be at a disadvantageous position. അതായത് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈൻഡ് ചെയ്യാതെ ചില പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ അതിന് തത്തുല്യമല്ലാതെ ചില പാർട്ട്നേഴ്സ് കൂടുതൽ ക്യാപിറ്റലും ചില പാർട്ട്നേഴ്സ് കുറച്ച് ക്യാപിറ്റലും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക് പ്രത്യേകിച്ച് ഗുണകരമല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും പ്രോഫിറ്റിൻ്റെ വിതരണം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് തുല്യമാണ്. അത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന പാർട്ണർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ പലപ്പോഴും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് തുല്യമായിട്ടായിരിക്കില്ല പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് ലഭിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവരങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവർ ക്യാപിറ്റൽ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസ്സിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കാനുള്ള ലോജിക്കായി പറയുന്നത്. ഒന്ന്, വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ടു ഫേം. ഇത് നൽകുന്ന ഫേമിന് അത് ഒരു എക്സ്പെൻസ് ആണ്. രണ്ടാമതായിട്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഗെയിൻ ഓർ ഇൻകം ടു പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. ഇത് ലഭിക്കുന്ന പാർട്ട്ണർക്ക് അതൊരു ഇൻകമാണ് അല്ലെങ്കിൽ ഗെയിൻ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ടു ഫേം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഗെയിൻ ഓർ ഇൻകം ടു ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. Interest on capital is allowed to partners only if there is a provision for interest on capital in their partnership deed. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കണമെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് ഡീഡിൽ അത് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിൽ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഒരു പാർട്ണർക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല, കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നാലും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് അർഹതയുണ്ടാകണമെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് ഡീഡിൽ അഥവാ എഗ്രിമെൻറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ശതമാനമായിരിക്കണം, അത് എങ്ങനെയാണ് നൽകേണ്ടത്, ഏതൊക്കെ സാഹചര്യങ്ങൾ നൽകാം, എപ്പോൾ നൽകാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻസൊക്കെ അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആ കാൽക്കുലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ബൈ കൺസിഡറിങ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ വരിക. ഒന്നാമതായിട്ട് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, രണ്ടാമതായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മൂന്നാമതായിട്ട് പീരീഡ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഏത് എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്, രണ്ടാമത്തെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളത്, മൂന്നാമത്തെ എത്ര കാലത്തേക്കാണ്, 1 ഇയറിലേക്കാണോ അല്ലെങ്കിൽ 6 മാസത്തേക്കാണോ അല്ലെങ്കിൽ ഏതാനും മാസത്തേക്കാണോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അതിൻ്റെ ഇക്വേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു
amount of capital into rate by 100 into period for which interest is to be calculated. വളരെ സിമ്പിളായി പറഞ്ഞാൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ് എന്ന് പറയാം. എമൗണ്ട് മീൻസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. സാധാരണഗതിയിൽ ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആ വർഷം മുഴുവനും ബിസിനസ്സിന് ലഭ്യമാണെങ്കിൽ, ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 ഇയർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റേറ്റ് ബൈ 100 ആണ്. പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വർഷം മുഴുവനുമാണെങ്കിൽ അവിടെ 1 എന്ന് വരും. വർഷം മുഴുവനുമില്ല, ഏതാനും മാസത്തേതാണെങ്കിൽ അത്രയും മാസം ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. നമ്പർ ഓഫ് മന്ത്സ് ഡിവൈഡഡ് ബൈ 12, 12 മാസം എന്ന രൂപത്തിൽ വരണം. ഇനി കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. There are 4 different cases for the calculation of interest on capital. Interest on capital calculation ആയിട്ട് 4 ഡിഫറെൻറ്റ് കേസസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കേസ്, when there is no withdrawal out of capital or additional capital contribution. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലിനുള്ള വിഡ്രോവൽ ഇല്ല, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയും ചെയ്തിട്ടില്ല. ഒരു വർഷം ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോവലോ അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 ഇയർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വളരെ സിമ്പിളാണത്. രണ്ടാമതായിട്ട്, വെൻ ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദി ഇയർ. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടാതെ ആ വർഷം ഏതെങ്കിലും സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം 6 മാസമോ 7 മാസമോ 8 മാസമോ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കുറച്ച് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കൂടാതെ അഡീഷണൽ ക്യാപിറ്റലിന് കൂടി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഒരു പാർട്ണർ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവുക. മൂന്നാമത്തെ കേസ്, വെൻ ദർ ഈസ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദി ഇയർ. മൂന്നാമത്തെ കേസിൽ ക്യാപിറ്റലിൽ നിന്നുള്ള വിഡ്രോവൽ വരുന്ന കേസാണ് മൂന്നാമതായി വരുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ മുഴുവനും 1 ഇയർ ലഭ്യമല്ല, അതിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കുറച്ച് എമൗണ്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 രീതിയിലാണ്, 2 സ്റ്റെപ്പായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. നാലാമതായിട്ട്, വെൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടില്ല, പകരം ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പിന്നെ ഏതാനും ഇൻഫർമേഷൻസ് ഉണ്ടാവും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 ഇയർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന കേസ്. ഇങ്ങനെ 4 ഡിഫറൻറ്റ് കേസസ് ആയിട്ടാണ് ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് കേസ്, when there is no withdrawal out of capital or additional capital contribution. ഇതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കണം നോക്കാം. In this case, interest on capital is calculated on the opening capital at the prescribed rate for 1 year as there is no additional capital or withdrawal of capital. ഈ കേസ് അനുസരിച്ച് പാർട്ണർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് 1 ഇയർ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ എന്ന് ലഭിക്കുന്നു. അപ്പോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1 ഇയർ എന്ന് ലഭിക്കുന്നു. ഓക്കെ, അതിനൊരു എക്സാമ്പിളിലേക്ക്. എക്സാമ്പിൾ 1, അനു ആൻഡ് വിനു ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി. 2 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ്സ് തുല്യമാണ്. അനുവും വിനുവും പാർട്ണേഴ്സാണ്. ദർ ക്യാപിറ്റൽ ആസ് ഓൺ 1/1/2010 വേർ ₹40,000 ആൻഡ് 30,000 റെസ്പെക്റ്റീവ്ലി. അനുവിൻ്റെയും വിനുവിൻ്റെയും ക്യാപിറ്റൽ 1/1/2010 40,000 രൂപയും 30,000 രൂപയുമാണ് യഥാക്രമം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 10% പെർ ആനം ഫോർ ദി ഇയർ എൻഡിങ് 31/12/2010. 31/12/2010 അവസാനിക്കുന്ന വർഷത്തെ 10% നിരക്കിലുള്ള അനുവിൻ്റെയും മിനുവിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ, ഈ പ്രോബ്ലത്തിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇല്ല, വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റലും ഇല്ല. അപ്പോൾ കേസ് നമ്പർ 1 പ്രകാരമുള്ള ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1 ഇയർ. അതാണ് ഇക്വേഷൻ. അത് പ്രകാരം അനുവിൻ്റെ കാൽക്കുലേഷൻ, അനുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ, അനുവിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 40,000, റേറ്റ് 10%, 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 1, അതായത് 4,000 രൂപ എന്ന് ലഭിക്കുന്നു. വിനുവിന് 30,000 രൂപയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, 30,000 ഇൻറ്റു റേറ്റ് 10% ഇൻറ്റു 1, 30,000 ഇൻറ്റു 10/100 ഇൻറ്റു 1 ഇയർ എന്നുള്ളത് പീരീഡ് 1 ഇയർ ആണ്, ഇൻറ്റു 1, അപ്പോൾ 3,000 രൂപ എന്ന് ലഭിക്കുന്നു. ഇതാണ് ഈ പ്രോബ്ലം പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ. വളരെ സിമ്പിളാണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ രണ്ടാമത്തെ കേസാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കേസ് 2, വെൻ ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദ ഇയർ.
In this case, interest on capital of a partner is calculated in 2 steps. ഇവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ സാധ്യമാവുക. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റലിന് 1 ഇയർ ഇൻട്രസ്റ്റ് അത് മുഴുവനും ആ വർഷം മുഴുവൻ ബിസിനസ് ചെയ്യാൻ ലഭ്യമാണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 ഇയർ ഇൻട്രസ്റ്റ് എടുക്കണം. പിന്നീട് പാർട്ണർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് എന്നാണോ അന്ന് മുതൽ ആ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള അത്രയും മാസത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 2 ഇൻട്രസ്റ്റും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ആ പാർട്ണറുടെ ഇൻട്രസ്റ്റ് ആവുക. അപ്പോൾ ഒന്നാമതായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ 1 ഇയർ. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ 1 ഇയർ. രണ്ടാമതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ ഫോർ സർട്ടൺ മന്ത്സ്. അഡീഷണൽ ക്യാപിറ്റലിന് ഏതാനും മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇവിടെ മാസം ഏതാണെന്ന് പറയുന്നുണ്ട്. മന്ത്സ് ഫ്രം ഡേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ ടു ഇയർ എൻഡ്. ഏത് മാസമാണോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് മുതൽ ആ മാസം മുതൽ ഇയർ എൻഡ് വരെ എത്ര മാസമാണല്ലോ അത്രയും മാസത്തെ ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എ പാർട്ണർ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ആഡ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം കാണുന്നു. അതിനോടുകൂടി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയി കാണുന്നു. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഒരു പാർട്ണറുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവുക. ഇതാണ് രണ്ടാമത്തെ കേസിൽ. ഇവിടെ ഒരു അഡീഷണൽ കാൽക്കുലേഷൻ വരുന്നു. അഡീഷണൽ ക്യാപിറ്റലിന് ഒരു അഡീഷണൽ കാൽക്കുലേഷനിലൂടെ നമ്മൾ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ തന്നെയാണ്. അതിലൊരു Jessina and Julfina are partners in a firm. Their capital balance as on 1st January 2015 was rupees 60,000 and 40,000 respectively. രണ്ടാമത്തെ കേസ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസീനയും ജുൾഫീനയും പാർട്ണേഴ്സാണ്. 1/1/2015 അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 60,000 40,000 യഥാക്രമം. ഡ്യൂറിംഗ് ദ ഇയർ 2015 ജസീന ഇൻട്രൊഡ്യൂസ്ഡ് rupees 10,000 ഓൺ 1st June 2015. 2015 1/6/2015 ജൂൺ 1-ാം തീയതി ജസീന 10,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ആൻഡ് ജുൾഫീന ബ്രോട്ട് ഇൻ rupees 15,000 ഓൺ 1st July 2015. 2015 ജൂലൈ 1-ന് ജുൾഫീന 15,000 രൂപയും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് അറ്റ് ദ റേറ്റ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അസ്യൂമിംഗ് ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st December എവരി ഇയർ. എല്ലാ വർഷവും ഡിസംബർ 31-നാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് രണ്ടുപേരുടെ ഒരുമിച്ച് കാൽക്കുലേഷൻ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒരു കോളം ജസീനയ്ക്കും ഒരു കോളം ജുൾഫീനയ്ക്കും നൽകിയിരിക്കുന്ന എമൗണ്ട് കോളം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ടുപേരുടെയും. ആദ്യം ജസീനയുടെ കാൽക്കുലേഷൻ. ജസീന 60,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% അത് 1 ഇയർ ആണ്. അപ്പോൾ 60,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ഇയർ എന്നുള്ള പ്രകാരം ജസീനയ്ക്ക് 3,600 രൂപ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. ജുൾഫീനയുടേത് 40,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ഇയർ അത് പ്രകാരം 2,400 എന്ന് ലഭിക്കുന്നു. ആ എമൗണ്ട് യഥാക്രമം അവരുടെ കോളങ്ങളിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജസീനയുടെ എമൗണ്ട് ജസീനയുടെ കോളത്തിലും ജുൾഫീനയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെത് 2,400 രൂപ ജുൾഫീനയുടെ കോളത്തിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് ഓരോരുത്തരുടെയും ടോട്ടൽ ഇൻട്രസ്റ്റ് ആവുക. നോക്കാം. ജസീന കൊണ്ടുവന്നിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ 10,000 രൂപയാണ്. അത് കൊണ്ടുവന്നിരിക്കുന്നത് 1st June-നാണ്. അതുകൊണ്ട് 10,000 ഇൻറ്റു 6/100 ഇൻറ്റു 1st June മുതൽ ആ വർഷം ഡിസംബർ 31 വരെയുള്ള മാസങ്ങളുടെ എണ്ണം. അതായത് ജസീന ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഓൺ 1/6/2015. ഹെൻസ് ഇൻട്രസ്റ്റ് ഫോർ 7 months ഫ്രം 1st June 2015 ടു 31st December 2015. ജസീന 10,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് ആ വർഷം ജൂൺ 1-ാം തീയതിയാണ്. അപ്പോൾ ആ 10,000 രൂപയ്ക്ക് ആ വർഷം ജൂൺ 1-ാം തീയതി മുതൽ ഡിസംബർ 31 വരെയുള്ള 7 മാസത്തെ ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് 7/12 എന്ന് പീരീഡ് വരുന്നത്. അപ്പോൾ ജസീനയുടെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് 10,000 ഇൻറ്റു 6/100 ഇൻറ്റു 7/12 എന്ന് ലഭിക്കുന്നു. അത് പ്രകാരം 350 രൂപ ലഭിക്കുന്നു. അത് ജസീനയുടെ കോളത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റിന് താഴെയായിട്ട് എഴുതുന്നു. ഇതുപോലെ ജുൾഫീനയുടെ അഡീഷണൽ ക്യാപിറ്റൽ. ജുൾഫീന കൊണ്ടുവന്നിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ 15,000 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാറ്റമില്ല, 6/100 തന്നെ ഇൻറ്റു 6/12. 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് ഈ അഡീഷണൽ ക്യാപിറ്റൽ ലഭിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ജുൾഫീന ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഓൺ 1/7/2015. ഹെൻസ് ഇൻട്രസ്റ്റ് ഫോർ 6 months ഫ്രം 1/7/2015 ടു 31/12/2015. 2015 എന്ന വർഷം
ജൂലൈ 1-ാം തീയതിയാണ് ജുൾഫീന 15,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 1-ാം തീയതി മുതൽ 2015 ജൂലൈ 1 മുതൽ 2015 ഡിസംബർ 31 വരെയുള്ള മാസങ്ങളുടെ എണ്ണം 6 മാസമാണ്. ആ 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ജുൾഫീനയ്ക്ക് 15,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 എന്ന് പീരീഡ് ലഭിക്കുന്നു. അത് പ്രകാരം എമൗണ്ട് 450 രൂപ. അപ്പോൾ രണ്ടുപേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കണ്ടു, അതോടൊപ്പം തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റും സെപ്പറേറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരുടെയും ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുന്നു. ജസീനിടത് 3,600 പ്ലസ് 350 3,950 രൂപ, ജുൾഫൈനിടത് 2,400 പ്ലസ് 450 2,750 രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുന്നു. ഇതാണ് ഈ പ്രോബ്ലം എക്സാമ്പിൾ 2 പ്രകാരമുള്ള ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ മൂന്നാമത്തെ കേസിലേക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കേസ് 3, വെൻ ദർ ഈസ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ. അതായത് ഒരു വർഷം പാർട്ട്ണർ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഈ കേസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെയും 2 സ്റ്റെപ്പായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക. ഇൻ ദിസ് കേസ് ഓൾസോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണർ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ 2 സ്റ്റെപ്സ്. ഒന്നാമതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ സർട്ടൺ മന്ത്സ് ഫ്രം ഓപ്പണിംഗ് ഡേറ്റ് ടു ഡേറ്റ് ഓഫ് വിഡ്രോവൽ. അതായത് ഇവിടെ ആകെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 ഇയറിന് ബിസിനസ് ചെയ്യാൻ ലഭ്യമല്ല. 1 ഇയർ മുഴുവൻ, ആ വർഷം മുഴുവനും ബിസിനസ് ചെയ്യാൻ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഓപ്പണിംഗ് ഡേറ്റ് മുതൽ എന്നാണോ ക്യാപിറ്റലിനുള്ള വിഡ്രോവൽ വന്നിരിക്കുന്നത് അതുവരെയുള്ള അത്രയും മാസത്ത്, ഓപ്പണിംഗ് ഡേറ്റ് മുതൽ വിഡ്രോവൽ നടന്ന ഡേറ്റ് എന്നാണോ അന്ന് വരെയുള്ള തുകയ്ക്ക്, അന്ന് വരെയുള്ള മാസങ്ങളിലേക്ക് ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു. പിന്നീട് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ കുറവ് സംഭവിച്ചു വിഡ്രോവൽ വന്നതുകൊണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് എത്രയാണോ വിഡ്രോ ചെയ്തിരിക്കുന്നത് അത് കഴിച്ച് ബാക്കിയുള്ള തുകയ്ക്ക് വിഡ്രോവൽ നടന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള മാസങ്ങളിലെ അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആവുക. അപ്പോൾ രണ്ടാമത്തെ കാൽക്കുലേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ, വിഡ്രോവലിന് ശേഷമുള്ള ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എടുക്കുന്നു. ശേഷമുള്ള ക്യാപിറ്റലിന് വിഡ്രോവൽ നടന്നതിന് ശേഷമുള്ള മാസങ്ങളിലെ ഇൻട്രസ്റ്റ് ആണ് എടുക്കേണ്ടതെന്ന് അർത്ഥം. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് വിഡ്രോവൽ. ഓപ്പണിംഗ് ക്യാപിറ്റലിന് എത്രയാണോ വിഡ്രോ ചെയ്തിരിക്കുന്നത് ആ തുക കുറച്ചു, ബാക്കിയുള്ള ക്യാപിറ്റലേ പിന്നീടുള്ളൂ. ആ ക്യാപിറ്റലിന് ബാക്കിയുള്ള മാസങ്ങളിലെ ഇൻട്രസ്റ്റ്. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 മാസമാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 6 മാസം കിട്ടും. ആദ്യത്തെ സ്റ്റെപ്പിൽ 8 മാസം കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 4 മാസം കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 ഇയർ ഇൻട്രസ്റ്റ് ആവും. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ ഫോർ സർട്ടൺ മന്ത്സ് ഫ്രം ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ എത്ര മാസത്തേക്കാണ് വിഡ്രോവലിന് ശേഷമുള്ള തുകയ്ക്ക് എന്ന് ചോദിച്ചാൽ എന്നാണോ വിഡ്രോവൽ നടന്നത് ആ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസമുണ്ടോ അത്രയും മാസത്തേക്ക്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഓപ്പണിംഗ് ഡേറ്റ് മുതൽ വിഡ്രോവൽ നടന്ന ഡേറ്റ് വരെ ഉള്ള മാസത്തേക്ക് എത്ര മാസമാണോ അത്രയും മാസത്തേക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. രണ്ടാമതായപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോവൽ കുറച്ചു, ബാക്കിയുള്ള തുക കുറഞ്ഞ ക്യാപിറ്റലായി. അതിന് വിഡ്രോവൽ നടന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള മാസങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കൃത്യം 12 മാസമാണ് ലഭിക്കേണ്ടത്. അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റ് സംഭവിക്കും എന്നർത്ഥം. ഈ രണ്ടാമത്തെ കാൽക്കുലേഷൻ റിമൈനിങ് പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് എന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ അപ് ടു ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്. ആ കിട്ടുന്നതിനോടുകൂടി ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ. അതിനോടുകൂടി വിഡ്രോവലിന് ശേഷമുള്ള തുകയ്ക്ക് അതിന് ശേഷമുള്ള പീരീഡിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവുക ഈ കേസിൽ. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് അനുസരിച്ചുള്ള ഒരു പ്രോബ്ലത്തിലേക്ക്. അനില ആൻഡ് വിമല ആർ പാർട്ട്നേഴ്സ്. Their capital as on 1st January 2014 were rupees 50,000 and 30,000 respectively. 1/1/2014 അനിലയും വിമലയും പാർട്ട്നേഴ്സാണ്. അവരുടെ ക്യാപിറ്റൽ 50,000 30,000 യഥാക്രമം. ഓൺ 1st July 2014 2014 ജൂലൈ 1-ാം തീയതി അനില ഹാഡ് വിഡ്രോൺ ₹10,000. 2014 ജൂലൈ 1-ന് അനില 10,000 രൂപ വിഡ്രോ ചെയ്തു. ആൻഡ് ഓൺ 1st September 2014 വിമല ഹാഡ് വിഡ്രോൺ 6,000 ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ 2014 സെപ്റ്റംബർ 1-ാം തീയതി വിമല 6,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ രണ്ടുപേരും ക്യാപിറ്റലിനുള്ള വിഡ്രോവലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അനില 10,000 രൂപ വിഡ്രോവൽ നടത്തിയിരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയും വിമല 6,000 രൂപ വിഡ്രോവൽ നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയുമാണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 10% ഫോർ ദ ഇയർ എൻഡിങ് 31st December 2014. 2014 ഡിസംബർ 31-ന് അവസാനിക്കുമ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉള്ളതെങ്കിൽ
രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നേരത്തെ നമ്മൾ സെക്കൻഡ് കേസിൽ പഠിച്ച പോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അനിലയ്ക്ക് ഒരു എമൗണ്ട് കോളം, വിമലയ്ക്ക് മറ്റൊരു എമൗണ്ട് കോളം നൽകിയിരിക്കുന്നു. ആദ്യം വിഡ്രോവലിന് മുൻപുള്ള മാസത്തെ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ അപ് ടു ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ എന്ന് എഴുതിയിരിക്കുന്നു. അനിലയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 ആണ്. 50,000 × 10/100 × 6/12. ഈ 6/12 എന്ന് പറയുന്ന പീരീഡ് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഫോർ 6 months ഫ്രം 1/1/2014 ടു 1/7/2014. അതായത് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ പോർഷൻ. 1st July 2014 അനില ഹാഡ് വിഡ്രോൺ ₹10,000 എന്ന ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അനില വിഡ്രോ ചെയ്തിരിക്കുന്ന ജൂലൈ 1-ാം തീയതിയാണ്. അത് 10,000 രൂപയാണ്. അപ്പോൾ ജൂലൈ 1-ാം തീയതി വരെ അനിലയ്ക്ക് 50,000 രൂപ ക്യാപിറ്റലുണ്ട്. ജൂലൈ 1-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ ജനുവരി 1 മുതൽ ജൂലൈ 1-ാം തീയതി വരെ 6 മാസമാണുള്ളത്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന 6/12 എന്ന് പറയുന്ന പീരീഡ്. ഇൻട്രസ്റ്റ് ഫോർ 6 months ഫ്രം 1st January 2014 ടു 1st July 2014. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന 6 മാസം. ജൂലൈ 1 എന്ന് പറയുമ്പോൾ ജൂലൈ മാസം കൺസിഡർ ചെയ്യരുത്. ജൂൺ 30-ന് അവസാനിക്കുമ്പോൾ 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിന് അത് 2,500 രൂപ. ഇനി അതേപോലെ വിമലയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 40,000 ആണ്. റേറ്റ് 10%. അത് 8 മാസം ബിസിനസ്സിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 8 മാസത്തെ ഇൻട്രസ്റ്റ്. അതായത് എങ്ങനെയാണെന്ന് നോക്കാം. വിമല വിഡ്രോ ചെയ്തിരിക്കുന്ന ഡേറ്റും എമൗണ്ടോടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഓൺ 1st September 2014 വിമല ഹാഡ് വിഡ്രോൺ ₹6,000. സെപ്റ്റംബർ 1-ാം തീയതി വിമല 6,000 രൂപ വിഡ്രോ ചെയ്തു. അതായത് ഓഗസ്റ്റ് 31 വരെ. സെപ്റ്റംബർ 1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 വരെ വിമല എന്ത് ചെയ്തിട്ടില്ല, ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പോൾ വിമലയുടെ ക്യാപിറ്റൽ ഓഗസ്റ്റ് 31 വരെ ബിസിനസ്സിന് ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ 8 മാസത്തേക്ക് ലഭ്യമാണ്. അപ്പോൾ 40,000 രൂപ ഓപ്പണിംഗ് ക്യാപിറ്റൽ 8 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് ആദ്യം വിഡ്രോവലിന് മുൻപുള്ള വിമലയുടെ ഇൻട്രസ്റ്റായി കിട്ടേണ്ടത്. ഇൻട്രസ്റ്റ് ഫോർ 8 months ഫ്രം 1/1/2014 ടു 1/9/2014. അതായത് 2,000 രൂപ ലഭിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും വിഡ്രോവലിന് മുൻപുള്ള തുകയ്ക്ക് വിഡ്രോവൽ നടന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റായി. ഇനി ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവലാണ്. വിഡ്രോവലിന് ശേഷമുള്ള തുകയ്ക്ക് വിഡ്രോവലിന് ശേഷമുള്ള മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം അനില 10,000 രൂപയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനിലയുടെ വിഡ്രോവലിന് ശേഷമുള്ള ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ 50,000 മൈനസ് 10,000 40,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ ഫ്രം 1/7/2014 ടു 31/12/2014. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിഡ്രോവൽ നടന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസമുണ്ടെന്നാണ്. അപ്പോൾ 1/7/2014 മുതൽ 31/12/2014 വരെ 6 മാസമാണ്. അപ്പോൾ വിഡ്രോവലിന് ശേഷമുള്ള തുക എന്ന് പറയുന്നത് 50,000-ന് 10,000 വിഡ്രോ ചെയ്തു, 40,000-ആയി. 40,000-ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് മാറ്റമില്ല, 10% തന്നെ. അത് വീണ്ടും ബാക്കിയുള്ള മാസം 6 മാസമാണ്. 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് 2,000 രൂപ. അപ്പോൾ വിഡ്രോവലിന് ശേഷമുള്ള ക്യാപിറ്റൽ ബിസിനസ്സിന് എത്ര മാസം ലഭ്യമാണോ അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് എടുക്കുന്നു എന്നാണ് അർത്ഥം. വിഡ്രോവലിന് മുൻപുള്ള ക്യാപിറ്റൽ ബിസിനസ്സിന് എത്ര മാസം ലഭ്യമാണോ അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് എടുക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി വിമല വിഡ്രോ ചെയ്തിരിക്കുന്ന 6,000 രൂപയാണ്. ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ 30,000 മൈനസ് അയാൾ വിഡ്രോ ചെയ്തിരിക്കുന്ന 6,000, 24,000 രൂപയെ കുറയുന്നു ക്യാപിറ്റൽ. ആ 24,000 രൂപയ്ക്ക് എന്ന് മുതൽ എന്ന് വരെ 1/9/2014 മുതൽ 31/12/2014 വരെയുള്ള 4 മാസത്തേക്ക്. അതായത് വിഡ്രോവൽ നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പോൾ 6,000 രൂപ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ വിമലയുടെ ക്യാപിറ്റൽ 30,000-ൽ നിന്ന് 6,000 കുറച്ച് 24,000-ആയി മാറുന്നു. 24,000 രൂപ ക്യാപിറ്റലായത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 31 വരെ ആ തുകയ്ക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 4 മാസത്തെ ഇൻട്രസ്റ്റ് 24,000 × 10/100 × 4/12 800 രൂപ എന്ന് ലഭിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും വിഡ്രോവലിന് മുൻപുള്ള എമൗണ്ടിന് വിഡ്രോവലിന് മുൻപുള്ള ഡേറ്റിലെ അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് എടുത്തു, കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ വിഡ്രോവലിന് ശേഷമുള്ള തുകയ്ക്ക് വിഡ്രോവലിന് ശേഷമുള്ള കാലത്തെ ഡേറ്റിന് ശേഷമുള്ള കാലത്തെ ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ടോട്ടൽ ഇൻട്രസ്റ്റ് ആവുക. അനിലയുടെ ടോട്ടൽ 2,500 വിഡ്രോവലിന് മുൻപുള്ള തുകയ്ക്ക് വിഡ്രോവൽ മുൻപുള്ള കാലത്തെ ഇൻട്രസ്റ്റ്, വിഡ്രോവലിന് ശേഷമുള്ള തുകയ്ക്ക് ശേഷമുള്ള കാലത്തെ ഇൻട്രസ്റ്റ് 2,000, അങ്ങനെ ടോട്ടൽ 4,500. ഇതുപോലെ വിമലയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് 2,000 + 800 2,800. ടോട്ടൽ അനിലയുടെ 4,500 രൂപ ഇൻട്രസ്റ്റ് വരുന്നു, വിമലയുടേത് 2,800 രൂപ ഇൻട്രസ്റ്റ് വരുന്നു. ഓക്കെ, ഇത്ര സം ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ എന്നതിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ 3 കേസസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ 4ാമത്തെ കേസ് ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഈസ് നോട്ട് ഗിവൺ എന്നുള്ളതാണ്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.